വന്നിരിക്കുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിട്ടുള്ള മനു സാറിൻ്റെ വീട്ടിലാണ്. മനു സാർ എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ എന്നതിലുപരി നല്ലൊരു കർഷകനാണ്. ആളെ കൃഷി ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ നമുക്ക് സാറിൻ്റെ വീട്ടിലെ സാറിൻ്റെ കൃഷി രീതികളും സാർ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സാർ എങ്ങനെയാണ് ഈ ഒരു ചെറിയ സ്പേസിൽ, സാറിന് ഒത്തിരി കൃഷി പുറമെ വേറെ ഉണ്ട്, അതല്ലാതെ ഇപ്പം വീടിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടെറസിൽ എങ്ങനെയാണ് ഇത്രയും കൃഷിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഹോസ്റ്റലിൽ നിന്ന് ബസ്സെടുത്ത് ഞാനും കാർത്തികയും കൂടെ നേരെ പോയത് മനസാറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലേക്കാട്ടോ. പള്ളിപ്പെരുന്നാളായതുകൊണ്ട് തന്നെ നിറയെ വിശ്വാസികളായിരുന്നു. അവരുടെ ഇടയിൽ ഞങ്ങളും മനസാറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. മനസാറിനെയും വെയിറ്റ് ചെയ്ത് നിന്നാൽ ഞങ്ങളെ ഒന്ന് കാണുക പോലും ചെയ്യാതെ പുള്ളി ഇതേ പോകുന്നു. പിന്നെ സാറിൻ്റെ പിന്നാലെ ചെന്നു. അവിടെ എത്തിയപ്പം ഒരു ബാൻഡ് മേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ പള്ളിയിലുള്ള കുരിശിൻ്റെ ആ കൊത്തുപണിയും ഒക്കെ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ നേരെ മനസാറിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ മനസാറിൻ്റെ വീട്ടിലെ പപ്പി ഞങ്ങളുടെ അടുത്ത് ഭയങ്കര കമ്പനി കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇത്തിരി ഒന്നുമല്ല, കുറേ നേരം ഇരുന്ന് കളിച്ചു. പിന്നെയാണ് ഞങ്ങൾ ആക്ച്വലി സാറിൻ്റെ വീടിനുള്ളിലേക്ക് കയറുന്നത്. അതിൻ്റെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതാണെങ്കിൽ ഒരു ക്യൂട്ട് പപ്പിയായിരുന്നു കേട്ടോ. ഐ തിങ്ക് ഇറ്റ്സ് നെയിം ഇസ് ലിയോ. കാർത്തികയ്ക്കാണെങ്കിൽ ഈ മൃഗങ്ങളെയൊക്കെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ അടുത്ത് പെട്ടെന്ന് കമ്പനിയായി. അതിനിടയിൽ സാറിൻ്റെ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ഓരോരോ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സാറിൻ്റെ മോൻ വന്നു. ഞങ്ങൾ കൂടെ കളിച്ച് തളർന്ന ലിയോ സൈഡായി. പിന്നെ ഞങ്ങൾ നേരെ സാറിൻ്റെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അവിടെ നല്ല കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റി. കഴുത്തിന് തൂവലില്ലാത്ത ടൈപ്പ്, പിന്നെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ തൂവലുള്ളത്, പിന്നെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തൂവലുള്ളത്, അങ്ങനെയൊക്കെ എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് പറയുമ്പോഴാണ് സാർ ആക്ച്വലി അത് നോട്ട് ചെയ്തത്. പിന്നെ ലിയോ ആക്റ്റീവായി. ലിയോയുടെ ഫേവറേറ്റ് ടോയ് ആയിട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് കാർത്തികയുടെ കയ്യിൽ. അപ്പം കാർത്തിക അത് തട്ടിപ്പറിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ലിയോ അത് ചാടി കടിക്കുന്നൊക്കെ കാണുന്നത്. പിന്നെ ഞങ്ങൾ സാറിൻ്റെ ടെറസിലുള്ള കൃഷി കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. ഈ കാണുന്നത് ഒരു വെറൈറ്റി കുരുമുളകാണ്. ഇത്രയും ചെറിയൊരു സൈസിലെ കുരുമുളക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് തിപ്പലി എന്ന് പറയുന്ന ചെടി. ഈ ചെടിയുടെ തണ്ടിൽ നമ്മുടെ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഈ കാണുന്ന കുരുമുളക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതം തോന്നുക അല്ലേ? ഇതല്ലേ പാലിൻ്റെയോ? അപ്പോൾ എരിയില്ലേ? എരിവുണ്ട്. എരിവിൻ്റെ കൂടെ നെയ്മുളക് എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു വേറെ ടൈപ്പാണ്. ഓ, ഇത് മറ്റേ ഓറഞ്ച് ആട്ടോ, നാരകമല്ല. നമ്മുടെ ഈ എന്താ പറയുക, സിംഗപ്പൂർ ഓറഞ്ച് എന്ന് പറയുന്നത്. സിംഗപ്പൂർ ഓറഞ്ചല്ലേ? പക്ഷെ അത് നന്ന ചെറുതാണല്ലോ. ഇത്രേ ഉണ്ടാവുള്ളൂ വലിപ്പം. ആണോ? ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന മണത്ത് നോക്കി. ഒരു മിനിറ്റ് സർ, ഇവിടെ ഒരു സാധനം എടുത്തോണ്ടിരിക്കുക. ഒറിജിനൽ എക്സ്പ്രഷൻ മിക്ക പുളികളും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ. മിക്കവാറും അവിടെ ആയിരിക്കും ഏറ്റവും എക്സ്പ്രഷൻ. കൊള്ളാം, വളരെ രസമുണ്ട്. എനിക്ക് പുളി ഇഷ്ടമാണ്, പക്ഷെ കണ്ടു ഈ ഒരു തണ്ടില്ലേ ഇവിടെ ഇവിടെ ഇത് കണ്ടോ, ഇത് അതിനു വേണ്ടി കൊണ്ടുവെക്കുന്ന ഈ പപ്പായ കിളുത്തതിന്റെ എടുത്ത് കഴിഞ്ഞിട്ടുള്ളതിന്റെ ഇതില്ലേ, ഇതിനകത്ത് ഈ ചകിരിച്ചോറും വാം എന്ന് പറഞ്ഞൊരു മിത്ര ബാക്ടീരിയ. എന്നിട്ട് ഇതിവിടെ പൊളിച്ചിട്ട് ഇതിനകത്തേക്ക് കയറ്റും ഒരു തണ്ടില്. ഇപ്പൊ ഈ ഒരു തണ്ടാന്ന് വിചാരിച്ചോ, ഇവിടെ ഇത്രയും സ്ഥലത്തെ തൊലി അങ്ങ് ചെത്തിക്കളയും. എന്നിട്ട് ഇതിനകത്ത് ഇതെന്നല്ല, ആ വലിപ്പം അനുസരിച്ച് അങ്ങ് കയറ്റി വെച്ച് ഇത് കൂടി ഇട്ടിട്ട് കെട്ടിവെക്കും. ഒരു 20 ദിവസം കൊണ്ട് അതിനകത്ത് ഇത് വരും, വേര് വരും. എന്നിട്ട് ചോട്ടിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുതിയ തൈയായി. ഓ, സാർ അവിടെ ഞങ്ങൾക്ക് വേണ്ടി പുതിയൊരു പഴം പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളത് സാർ ഏതൊരു പഴം തരും, അമ്പഴങ്ങ. ഞാൻ കഴിക്കാൻ പോവാണ്. സോറി, ഞാൻ കഴിച്ചു തുടങ്ങി. എൻ്റെ പഴുക്കാത്തതാണ്, കഴിച്ചോക്കോ. കാണുന്നില്ല. ഇത് കുറച്ചുകൂടെ മധുരമുള്ളതുകൊണ്ടൊരു ഫ്ലേവർ ഉണ്ട്. ഇതിനങ്ങനെ പുളിയില്ല, ഇതൊരു പുളിയുള്ള ഒരു ഫ്ലേവർ. ഫുള്ള് പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. കൊള്ളാം കൊള്ളാം, അടിപൊളി. തായ് പിങ്ക് പേരാന്ന് പറയുന്നത്.
അതിൻ്റെയാണ്. ഇത് എനിക്ക് ഇത്രേ ആയുള്ളൂ. 4 പേരൊക്കെയില്ലേ. എവിടെ? ഇത് 2 പേരൊക്കെ. ഇത് അടുത്ത പൂവ്. ഇത്രയൊക്കെ മതി ഒരു ചെടിയാകാൻ. ഇതാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. ഏറ്റവും ടേസ്റ്റ് ഉള്ളതും എന്തൊക്കെയോ കുറേ ഗുണങ്ങളുള്ള ചീരയത്. കദളി വാഴ കയ്യിലിരുന്നൊരു കാക്കയിന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ എന്ന പാട്ടിലെ കദളി വാഴയാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. സാറിന് പുറത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചൂടെ? അതിന് ഞാൻ വെബ്സൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ആണോ? ഓൾറെഡി ഇവരെ അറിയത്തില്ലേ, ശ്യാംജിത്തിനെ കൊണ്ട് വെബ്സൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ദയ ഓർഗാനിക്സ്. ഓ, അതിനുള്ള പരിപാടികൾ നടക്കുന്നത്. ഇതൊക്കെ ശരിക്കും ഉണക്കിയിട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പോവും. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? കരിവേപ്പ് തന്നെ, പക്ഷെ ഹൈബ്രിഡ് കരിവേപ്പാണ്. ഹൈബ്രിഡ് കരിവേപ്പ്. ഇത് മറ്റേതിൽ വെക്കില്ല. നിലത്ത് സാധാരണ തൈകളില്ലേ, മണ്ണിൽ വെക്കില്ലേ, അങ്ങനെ പറ്റില്ല. ഓ, ഇത് ഇങ്ങനെ ചെറിയ ബക്കറ്റിലൊക്കെ വെച്ച് അങ്ങനെ വളർത്തിയെടുക്കുന്നതാണ്. ടെറസ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ സാറിൻ്റെ പറമ്പിലേക്ക് ഇറങ്ങിട്ടോ. സാധാരണ ചക്ക ഉണ്ടാകുന്ന എവിടെയാ? കടിയിലല്ലേ? ഇതെല്ലാം നോക്കി എവിടെയൊക്കെയാണ്, എല്ലാ അറ്റത്ത് മാത്രമേ ഇതുണ്ടാവുള്ളൂ. കണ്ടോ, അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് നമ്മുടെ സ്വന്തം ലെയർ ചെയ്താ. ഇതൊക്കെ കണ്ടോ, എല്ലാം അറ്റത്തേ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ഇങ്ങനെ തൂങ്ങിക്കിടക്കുക ചെയ്യാൻ. ലെയർ ചെയ്യാന്ന് വെച്ചാൽ ലെയർ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ നാരകത്തിന് കാണിച്ചില്ലേ, ആ കായ്ച്ച ചക്കയെ തന്നെ വേര് പിടിപ്പിച്ചിട്ട് പിടിപ്പിക്കുന്നു. ഓ, അതുകൊണ്ടാണ് ഇത് ഇത്ര ഈ കുഞ്ഞു വണ്ണത്തിനകത്ത് അല്ലെ ഇതുപോലെ ചക്ക ഉണ്ടാവും. ഇത് 1 വർഷമേ ഉള്ളൂ. അതേപോലെ ഇതില്ലേ, ഇത് ലോകത്തെ വിവിധ സ്ഥലങ്ങളിലുള്ള വാഴകളാണ്. ടിഷ്യൂ കൾച്ചറിന്റെ 300-400 രൂപയുണ്ട്. അതിനകത്ത് ഏതോ ഒരു വാഴയ്ക്കില്ലേ ഡബിൾ മഹോയ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ 2 കൊലയുണ്ട്. ഇതെല്ലാം ഇവിടെ കുളയിൽ കൊണ്ട് നട. ഒത്തിരി വ്യത്യസ്ത തരം കളർ മത്സ്യങ്ങളും അതുപോലെ നല്ല നല്ല ആംബിയൻസും ഒക്കെ ആയിട്ട് സാറിൻ്റെ വീട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് ശരിക്കും നല്ല മണം കേട്ടോ. അടുത്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് നമുക്കറിയാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഡ്രയറിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുന്ന അങ്ങനെയൊന്നുമല്ല. തണലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. നാച്ചുറലാണ്. ഒരു പെസ്റ്റിസൈഡ്സോ യൂസ് ചെയ്യാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഇത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാർ കൃഷി ചെയ്യുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഒരു മീൻകുളാട്ടോ. ഇതിൽ ഏകദേശം 400ഓളം മീനുകളുണ്ട് എന്നാണ് പറയുന്നത്. സോ അതിനൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഒരു അടിപൊളി ദിവസമായിരുന്നു. ഞാനും കാർത്തിക് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കോളേജിലെ ആ ഒരു സ്ട്രെസ്സും ഒക്കെ ഒന്ന് റിലാക്സ് ആയി. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും ഈ വീഡിയോക്ക് ആവശ്യമാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.